മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ ഉൾപ്പെടുത്തേണ്ട ഗുണഭോക്താക്കളുടെ അന്തിമ ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. നിലവിൽ 402 ഗുണഭോക്താക്കൾ ഉൾപ്പെട്ട ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പീൽ നൽകിയ 32 കുടുംബങ്ങളെ കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിയിലാണ് സർക്കാർ ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ചേരുന്നത് രതീഷാണ്. രതീഷ്, ഈ ഒരു ടൗൺഷിപ്പിൽ ഉൾപ്പെടുത്തേണ്ട ഗുണഭോക്താക്കളുടെ അന്തിമ ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണ്. ഒരുപാട് വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായ ഒരു സംഭവമാണ് ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതോടനുബന്ധിച്ച് തന്നെ. എന്താണ് വിശദാംശങ്ങൾ? ഐശ്വര്യ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ ഗുണഭോക്താക്കളുടെ അന്തിമ ലിസ്റ്റാണ് ഇന്ന് പ്രസിദ്ധീകരിക്കുക. നിലവിൽ 402 ഗുണഭോക്താക്കൾ ഉൾപ്പെട്ട ഒരു ലിസ്റ്റ് സർക്കാർ പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നീട് ഇതിൽ രണ്ടാം ഘട്ട A-B ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ 32 കുടുംബങ്ങളിൽ നിന്നും അപ്പീൽ സ്വീകരിച്ചുകൊണ്ട് ഈ 32 പേരുടെ ഗുണഭോക്താക്കൾ അടങ്ങിയ ഒരു ലിസ്റ്റ് കൂടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സർക്കാരിനോട് ശുപാർശ ചെയ്തിരുന്നു. ഇവരെ കൂടി ഉൾപ്പെടുത്തിയ ഒരു അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ നിലവിൽ 434 കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു ലിസ്റ്റാകും അന്തിമമായി പുറത്തു വരിക. നിലവിൽ 290 കുടുംബം വീടിനും 110 കുടുംബങ്ങൾ 15 ലക്ഷം രൂപ സാമ്പത്തിക സഹായത്തിനും സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഇതിൽ 2 കുടുംബങ്ങൾ ധനസഹായം വേണ്ടെന്നൊരു നിലപാടും സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ 402 പേരടങ്ങിയ ഒരു ലിസ്റ്റാണ് നിലവിലുള്ളത്. ഇതിലാണ് 32 കുടുംബങ്ങൾ കൂടി ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. ഏതായാലും കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്നും ഏറ്റെടുത്ത ഭൂമിയിൽ നിലവിൽ ടൗൺഷിപ്പിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. മാതൃകാ വീടിന്റെ നിർമ്മാണമാണ് ആരംഭിച്ചിരിക്കുന്നതിൽ ഈ ലിസ്റ്റ് കൂടി അന്തിമമായി പുറത്തു വന്നാൽ ഗുണഭോക്തൃ പട്ടികയുടെ അന്തിമ ലിസ്റ്റ് 434 കുടുംബങ്ങളായി പുറത്തു വരും. ഏതായാലും ഇതിൽ ഏതൊക്കെ കുടുംബങ്ങളാണ് ഇനി ഉൾപ്പെടുക എന്നതാണ് അറിയേണ്ടത്. ഏതായാലും അന്തിമ ലിസ്റ്റ് ഉച്ചയോടുകൂടി തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിക്കും. ശരി, രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.